എന്നാലും രണ്ട് സാധ്യത. കേരള കോൺഗ്രസ് മാണി, ജോസ് കെ മാണിയുടെ പാർട്ടിയും RJDയും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില ചുവടുവയ്പ് നടത്തിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതാണ് അവരുടെ പാരമ്പര്യവും രാഷ്ട്രീയവും രീതികളും ഒക്കെ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഏകദേശം 55 to 60% വോട്ടായിരിക്കും. 50% വോട്ട് അറൗണ്ട് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് LDFന് സാധാരണ കിട്ടാറുള്ളത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ചുരുങ്ങിയത് 35 to 40% എങ്കിലും വോട്ട് LDFിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ 2021-ലും 2016-ലും നടത്തിയിട്ടുള്ള ഒരു തേരോട്ടം സാധ്യമാവുകയുള്ളൂ. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നു. ഇനി കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തവണ ആവേശത്തിലുള്ളത് UDF ആണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ ആവേശം കൊള്ളിക്കുന്നത്. എന്നാൽ LDF ആകട്ടെ ഇപ്പോൾ ഉണ്ടായ ക്ഷീണം പരിഹരിച്ചുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. മറ്റൊരു വശത്ത് BJP ആകട്ടെ തിരുവനന്തപുരത്ത് നേടിയ വിജയത്തിൻ്റെ ബലത്തിൽ ഏതാനും നിയമസഭാ സീറ്റുകളെങ്കിലും നേടുമെന്ന പ്രതീക്ഷയിലുമാണ്. UDF ഒരു ചുവട് കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നു. അവർ UDFിൻ്റെ മുന്നണിയുടെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി ചില ചെറിയ കക്ഷികളെ CK ജാനുവിൻ്റെയും PV അൻവറിൻ്റെയും നേതൃത്വത്തിലുള്ള ചെറു പാർട്ടികളെ മുന്നണിയുടെ അസോസിയേറ്റ് അംഗങ്ങളായി മാറ്റിയിരിക്കുന്നു. ഒപ്പം LDFിൽ നിന്ന് കൂടുതൽ വലിയ മീനുകൾ LDFിൽ നിന്ന് കൂടുതൽ വലിയ മീനുകൾ UDFിലേക്ക് വരുമെന്ന കണക്കൂട്ടലിലാണ് അവർക്കുള്ളത്. എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണികളിൽ ഉണ്ടാകാൻ പോകുന്നത്? ആ മാറ്റങ്ങൾ ഏത് വിധത്തിലാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ MG രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ JNUവിൽ ഗവേഷകനായിരുന്ന ഡോക്ടർ ഷാഹിൽ ഹമീദുമാണ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ MG രാധാകൃഷ്ണനിലേക്ക്. മുന്നണി ബന്ധങ്ങളിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വിഷയമാണ് MGRൽ നിന്ന് അറിയാനുള്ളത്. തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവിടുത്തെ മുന്നണി ബന്ധങ്ങളെക്കുറിച്ചും മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള അങ്ങ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി UDFിനുണ്ടായിരിക്കുന്ന ഈ പുതിയ ആവേശം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ആ തരത്തിൽ മുന്നണികളിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള വിഷയമാണ് അറിയാനുള്ളത്. ഇപ്പോൾ ചെറിയ പാർട്ടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CK ജാനുവിൻ്റെയും PV അൻവറിൻ്റെയും നേതൃത്വത്തിലുള്ള ചെറിയ പാർട്ടികളാണ് ഇപ്പോൾ ഒപ്പം ചേർന്നിരിക്കുന്നത്. കൂടുതൽ പാർട്ടികൾ UDFിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ആദ്യം സംസാരിക്കാനുള്ളത്. MGRന് എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച്? തീർച്ചയായും ഈ രണ്ട് പാർട്ടികളും താരതമ്യേന വളരെ ചെറിയ പാർട്ടികളാണ്, വളരെ ചെറിയ സ്വാധീനം മാത്രമുള്ള പാർട്ടികളാണ് ഒരു വശത്ത്. രണ്ടാമത്തെ പ്രശ്നം, ഈ രണ്ട് കക്ഷികളുടെയും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ബന്ധമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. CK ജാനു നമുക്കറിയാവുന്ന പോലെ രാഷ്ട്രീയമായി പല വേഷങ്ങൾ കൂടെ കടന്നുപോയ ആളാണ്. സ്വതന്ത്രമായിട്ടുള്ള ആദിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് കേരളം കണ്ട നേതാവാണ് അവർ. അത് കഴിഞ്ഞ് അവര് പറഞ്ഞ പോലെ രണ്ട് മുന്നണികളുമായിട്ടും UDF LDFുമായിട്ടും വളരെ വലിയ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടു. എന്നിട്ട് അത്ഭുതകരമായി എന്ന് പറയട്ടെ, അവര് NDAയിൽ അഭയം തേടി അങ്ങനെ BJPയുടെ ഒരു സഖ്യകക്ഷിയാവുക എന്നുള്ള ഒരു എന്താ പറയാ, ഒരു ഘട്ടത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു രാഷ്ട്രീയത്തിലേക്ക് അവര് ചാടി. അത് കഴിഞ്ഞ് അവിടെ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നുള്ള പ്രശ്നം ഒക്കെ നമുക്ക് കുറച്ചു കാലമായിട്ട് അറിയാം. ഇതിലേക്ക് ഇപ്പൊ UDFിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. UDF ജാനുവിന്റെ പ്രസ്ഥാനവുമായും തമ്മിലുള്ള ബന്ധം വളരെ വാസ്തവത്തിൽ വളരെ എന്താ പറയാ, ഒരു വൈരുദ്ധ്യം നിറഞ്ഞതാണ്. പരസ്പര ശത്രുത ഉണ്ടായിരുന്ന ഒരു ഘട്ടമുണ്ട്. ഏറ്റവും ഒരുപക്ഷെ കേരളത്തിലെ ആദിവാസി പ്രസ്ഥാനത്തിൽ, ആദിവാസികളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് കുറിച്ചതാണ് മുത്തങ്ങ വെടിവയ്പ്.
അത് UDF-ന്റെ കാലത്താണ് അത് ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മുത്തങ്ങ വെടിവയ്പ്പിന്റെയും അതിനെ തുടർന്നുണ്ടായ ആദിവാസി മുന്നേറ്റത്തിന്റെയും ഒരു സൃഷ്ടിയോ അതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമോ അതിന്റെ സൃഷ്ടാക്കളിൽ ഒരാളോ ഒക്കെയാണ് ജാനു. അപ്പൊ അത് പക്ഷേ രാഷ്ട്രീയത്തിൽ നമുക്കറിയാവുന്നത് പോലെ ഇങ്ങനെയുള്ള പല മുമ്പ് വളരെ ശത്രുക്കളായിരുന്നവരെല്ലാം അടുത്തു വന്നതും അകന്നു പോയതും ഒക്കെ കേരളത്തിലടക്കം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. കെ കരുണാകരനുമായിട്ടുള്ള ബന്ധം, ഗൗരിയമ്മ UDF-ൽ പോയതറിയാം, MV രാഘവൻ UDF-ൽ പോയതായിരിക്കാം, ബാലകൃഷ്ണപിള്ള ഇപ്പുറത്ത് LDF-ലേക്ക് വന്നത്, KM മാണി. അതുകൊണ്ട് ഇതൊരു ജാനുവിന്റെ മാത്രമായിട്ടുള്ള വേറൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് 58-ലെ ആദ്യത്തെ സർക്കാരിന്റെ കാലത്ത് തന്നെ ചന്ദനത്തോപ്പ് സമരം, RSPയുടെ നേതൃത്വത്തിൽ നടന്ന ചന്ദനത്തോപ്പ് സമരത്തിൽ നേരെ ഒരു വെടിവെപ്പുണ്ടായി, 2 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. പക്ഷെ പിന്നീട് RSP നേരിട്ട് ഇടതുപക്ഷവുമായി CPM-മായി സഹകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏതാണ്ട് ഒരുപാട് പേര്. അതെ 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 അങ്ങനെ ഉണ്ടായി. 67-ല് ഒന്നിച്ചു വന്നു. അത് കഴിഞ്ഞ് 69 ആയപ്പോ വീണ്ടും പിണങ്ങി. അത് കോൺഗ്രസിന്റെ ഒപ്പം പോയി. അത് കഴിഞ്ഞ് എമർജൻസി അടിയന്തരാവസ്ഥ കാലത്ത് ഒപ്പം ചേർന്നു. അതിനുശേഷം 80-കളിൽ ഒരു LDF രൂപപ്പെട്ടപ്പോൾ CPI, ഇതിന് പറയുന്നു മറ്റു കക്ഷികളെ പറ്റി പറയണ്ട, CPI CPM തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ ഇങ്ങനെ വളരെ വളരെ വിരുദ്ധ ധ്രുവങ്ങൾ അതെ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ ജാനുവിനെ മാത്രമായിട്ട് അതിനൊരു കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. കേരളത്തിൽ അങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഈ പരസ്പരം പ്രത്യയശാസ്ത്രം എന്ന് വിളിക്കാവുന്ന 2 ധ്രുവങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ചാടിയിട്ടുള്ള ആളാണ്. പക്ഷേ ജാനു ഈ ഒരു പരമ്പരാഗത രാഷ്ട്രീയത്തിന്റെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രതിച്ഛായ ആയിരുന്നില്ല ജാനുവിനുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി ഏറ്റവും അധകൃത വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തുകയും കേരളത്തിന്റെ പരമ്പരാഗത രാഷ്ട്രീയത്തിനും പരമ്പരാഗത വികസന മാതൃകയ്ക്കുമൊക്കെ പുറത്തായിരുന്ന ഒരു വിഭാഗത്തിന്റെ ആള് എന്നുള്ള രീതിയിൽ ജാനുവിൽ നിന്ന് ഇത് ഒരുപക്ഷെ കുറച്ച് അല്പം കൂടുതൽ അമ്പരപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ UDF-ഉമായിട്ടുള്ള ബന്ധം ഒരിക്കലും എന്താ പറയാ ഒരു സ്മൂത്ത് ആയിരുന്ന ബന്ധമല്ല, വളരെ സംഘർഷഭരിതമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കക്ഷിയിലേക്ക് വീണ്ടും വരുമ്പോൾ അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് കണ്ടറിയണം. അതുകൊണ്ട് അതൊരു ഒരു 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 എന്താ ഇഴയടപ്പമുള്ള ഒരു ബന്ധമാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അത് സ്വാധീനം. പ്രയോജനകരമായിരിക്കില്ലേ? ഉദാഹരണത്തിന് അതെ, അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് തീർച്ചയായിട്ടും ഞാൻ വരാം. തീർച്ചയായിട്ടും അപ്പൊ പിന്നെ സ്വാധീനമാണ്. എനിക്ക് തോന്നുന്നത് ജാനുവിന് പഴയ സ്വാധീനമൊന്നും ആദിവാസികളുടെ ഇടയിൽ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ കാര്യത്തിലും വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ, സുനിൽ പറഞ്ഞ പോലെ, അതൊരു വളരെ പ്രധാനപ്പെട്ട സന്ദേശം പറഞ്ഞ പോലെ UDF-ന് ആദിവാസി പ്രസ്ഥാനത്തിന്റെ ആദിവാസി വിഭാഗങ്ങളുടെ ഒരു BJP-യിലേക്കൊക്കെ ഇടയ്ക്ക് മാറി എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. എന്നാൽ BJP-യുടെ അല്ല NDA-യിലേക്കൊക്കെ മാറി എന്നറിയാം. എന്നാലും അതൊരു പിന്നെ UDF-ന് തീർച്ചയായിട്ടും ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗത്തിന്റെ അത് അവരുടെ വ്യക്തിപരമായി അവർക്ക് എന്തൊക്കെ ചില ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായാലും അതിന്റെ കൂടെ നിന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് അൻവറിന്റെ കാര്യം. അൻവറിന്റെ ബന്ധം നമുക്കറിയാവുന്നതുപോലെ വളരെ ഭീകരമായ രീതിയിൽ ഇവർ തമ്മിൽ വലിയ ശത്രുക്കളായിരുന്നവരാണ്. ഈ UDF നേതാക്കന്മാരെ ഈ സമീപകാലത്ത് പോലും VD സതീശൻ അടക്കമുള്ളവരെ എങ്ങനെയൊക്കെയാണ് അൻവർ ആക്രമിച്ചത്, അൻവറിനെ തിരിച്ചവര് ആക്രമിച്ചത്, സതീഷിനെതിരായിട്ടുള്ള നിയമസഭയിലെ ഭീകരമായിട്ടുള്ള അഴിമതി ആരോപണം, ഇങ്ങനെ ഒരുപക്ഷെ വെറും രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒരു അവസരവാദപരമായിട്ടുള്ള ഒരു ബന്ധം എന്നുള്ളത് മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. തീർച്ചയായിട്ടും അതിന്റെ ശത്രുത പിണറായിയോടുണ്ടാവാം, പിണറായിയുടെ പാർട്ടിയോടോ അല്ലെങ്കിൽ പിണറായിയുടെ രാഷ്ട്രീയത്തോടോ ഉണ്ടാവാം. പക്ഷെ ഈ ബന്ധത്തിൽ യാതൊരു മൂല്യങ്ങളും ഉള്ളതായിട്ടോ ഏതെങ്കിലും ആദർശങ്ങൾ ഉള്ളതായിട്ടോ മറ്റും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു രാഷ്ട്രീയത്തിൻ്റെതായ അധികാര രാഷ്ട്രീയത്തിൻ്റെതായ അവസരവാദപരമായിട്ടുള്ള ഒരു ബന്ധം മാത്രമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇത് നൽകുന്ന UDF-ന് നൽകുന്ന ഒരു പോസിറ്റീവ് സന്ദേശമുണ്ട്. തങ്ങൾ ജയിക്കാൻ പോകുന്ന കക്ഷിയാണെന്നും തങ്ങളാണ് ഇനി അധികാരത്തിൽ വരുന്നതും അതുകൊണ്ട് ആ കക്ഷികളെല്ലാം തങ്ങളോടൊപ്പമാണ് വരുന്നത് എന്നുള്ള ഒരു സന്ദേശം. അപ്പൊ ഈ കക്ഷികളുടെയോ കക്ഷി നേതാക്കന്മാരുടെയോ വ്യക്തിപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ഇതിനപ്പുറത്ത് അത് നൽകുന്ന ഒരു സന്ദേശം, അതായത് ഇംഗ്ലീഷിൽ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ പറയുന്ന പോലെ ഒരു ബാൻഡ് വാഗൺ എഫക്ട് എന്ന് പറയുന്ന പോലെ, ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു വലിയ വണ്ടിയാണ്, ഈ വണ്ടിയിലേക്ക് കയറിക്കോളൂ എന്ന് പറയുന്ന ഒരു
എന്താ പറയുന്ന ഒരു വിജയത്തിൻ്റെതായ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധ്യതകളുടെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ഒരു ആത്മവിശ്വാസത്തിന്റെയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സന്ദേശം കേരളത്തിലേക്ക് നൽകുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ തീർച്ചയായിട്ടും വാതിൽ തുറന്നു ശക്തമായ കിടക്കുകയാണ് എന്നുള്ള ഒരു ചുവടുവയ്പ്പാണ്. മെസ്സേജാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വാതിൽ തുറന്നു കിടക്കുകയാണ് എന്നുള്ളത്, വാതിൽ തുറന്നു കിടക്കുന്നതിനപ്പുറത്തും ഞങ്ങളോടൊപ്പം ചേരാൻ ഇതാ ആ, ജനങ്ങൾ വരുന്നു അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ വരുന്നു എന്നുള്ളത് ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് ആണ്. ബാൻഡ് വാഗൺ എന്ന് പറയുമ്പോൾ ഒരു ബാൻഡ് വാഗൺ പോകുമ്പോൾ എല്ലാവരും അതിൽ ചാടിക്കയറും. അതെ. ജയിക്കാൻ പോകുന്ന പിന്നെ ഒരു മുന്നണിയാണ്, പാർട്ടിയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു വാഹനമാണ്, നമുക്കെല്ലാം അതിലേക്ക് കയറാം എന്നുള്ള ഒരു ബാൻഡ് വാഗൺ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും ഇതിലുണ്ട്. ആ, പക്ഷെ അത് വളരെ അടിസ്ഥാനപരമായ വലിയ സംഘർഷങ്ങൾ നിറഞ്ഞതാണ് ഈ ബന്ധം. മൂന്നാമത്തെ കാര്യം, നേരത്തെ എന്താണ് നമ്മുടെ ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പാർട്ടി കാമരാജ് കോൺഗ്രസ് എന്ന് പറയുന്ന ആ കക്ഷിയുമായിട്ടുള്ള ഇതേപോലെയുള്ള ഒരു ബന്ധത്തിൽ ആ തുടക്കത്തിൽ തന്നെ അത് ചില കല്ലുകടികളൊക്കെ വരികയും ചെയ്തു. അപ്പോൾ ഈ ബന്ധം നാടാർ ഈ പറഞ്ഞ ബന്ധമുള്ള ഒരു ഒരു മെസ്സേജ്, പാർട്ടിയാണ്. അതെ അത് NDA-യിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. നിൽക്കുന്ന അപ്പൊ NDA-യിൽ നിന്നുകൊണ്ട് അപ്പൊ ഈ പ്രത്യയശാസ്ത്രത്തിനും മൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഒരു രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന്റെ, രാഷ്ട്രീയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒക്കെ സൂചനകൾ ഉണ്ടെങ്കിൽ പോലും ഇത് നൽകുന്ന സന്ദേശം ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു ഉറച്ചുള്ള പ്രഖ്യാപനമാണ്. അതൊരു പരിധിവരെ തീർച്ചയായിട്ടും UDF-ന് സഹായകമാണ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ അത് കഴിഞ്ഞുണ്ടാവാൻ പോകുന്ന സംഘർഷങ്ങൾക്ക് ഒരു നന്ദിയും ആവും ഇത് എന്നുള്ളത്. കാരണം തീർച്ചയായിട്ടും ഇന്നിപ്പോ മുല്ലപ്പള്ളി രാമചന്ദ്രനും മറ്റു ഈ അൻവറിനെ എടുത്തതിന്റെ പറ്റിയൊക്കെ വളരെ പരിഹസിച്ച് സംസാരിക്കുന്നത് കണ്ടു. അപ്പൊ അതൊരു വളരെ ഉള്ളിൽ വലിയ ഡൈനാമിറ്റും ആയിട്ടുള്ള ഒരു ബന്ധമാണ്. നമ്മള് മിഥുനം സിനിമയിലെ മോഹൻലാലിന്റെ സഹായിയായിട്ട് ഇന്നസെന്റ് വരുന്നത് പോലെ ഒരു ഇന്നസെന്റിനെ ഒപ്പം കൂട്ടി. അതെ, അപ്പോ നായകനെ ചിലപ്പോ നാളെ ചെപ്പയ്ക്കടിക്കാൻ തയ്യാറായി വരുന്ന ഒരു സഹായിയായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനായിട്ടോ ഒക്കെ വരുന്ന ഒരു ഇന്നസെന്റിനെ ആണോ പോക്കറ്റിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി സ്വാഭാവികമായിട്ടും സംശയം തോന്നാം. ഞാൻ ഡോക്ടർ ഷാഹുൽ ഹമീദിലേക്ക് വരാം. ഡോക്ടർ ഷാഹുൽ, ഒരു ഗവേഷകൻ എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പരിണാമങ്ങളെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് മുന്നണി ബന്ധങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വലിയ വിജയം ഒരു 2015 ശേഷമുള്ള ഒരു വലിയ നേട്ടമാണത്. അപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറുമ്പോൾ ഈ മുന്നണി ബന്ധങ്ങളിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും? അത് UDF-ന് എന്ത് തരത്തിൽ സഹായകമാകും എന്നാണ് ഷാഹുൽ? ഓക്കെ, കേരള പൊളിറ്റിക്സിനെ കുറിച്ച് ജനറലി പറയാറുള്ളൊരു കാര്യമുണ്ട്. ഇറ്റ്സ് ഫ്രാഗ്മെന്റഡ് പൊളിറ്റിക്സ് ഓഫ് ഫ്രാഗ്മെന്റഡ് സൊസൈറ്റി. ഒരു സൊസൈറ്റി എത്രമാത്രം ഫ്രാഗ്മെന്റഡ് ആണ് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കേരളത്തിലെ 2 സ്ട്രോങ് മുന്നണികൾ, തേർഡ് ചാലഞ്ചർ മുന്നണിയായിട്ട് വരുന്ന NDA നോക്കുകയാണെങ്കിലും ഇതിൽ മിനിമം 5 to 12 പാർട്ടീസാണ് ഇതിൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മുന്നണിയുടെ അകത്ത് നിന്നിട്ട്. നമ്മൾ കേരളത്തിലെ പൊളിറ്റിക്സ് ജനറലി നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ഒരു കോമ്പിനേഷൻ ഓഫ് ഐഡിയോളജി പ്ലസ് കമ്മ്യൂണിറ്റിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പം അതല്ലെങ്കിൽ അതിൻ്റെ മുൻപത്തെ ഇലക്ഷനുകളൊക്കെ നോക്കുന്ന സമയത്ത് 2 പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം വരുന്നത് 5 to 7 lakh വോട്ട്സ് ആണ്. അപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്ക് പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗ്യാപ്പ് ഏത് രീതിയിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണ്. ഈ സമയത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ മേഖലകളിൽ 2 രീതിയിലുള്ള അറ്റംപ്റ്റുകളാണ് മുന്നണികളുടെ ഭാഗത്തു നിന്നും പാർട്ടികളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. ഒന്ന്, ചെറു പാർട്ടികളുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ആരും കാണാതെ അതല്ലെങ്കിൽ ബിഹൈൻഡ് ദ കർട്ടൻ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റികളുമായിട്ടുള്ള നെഗോസിയേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റികളുമായിട്ടുള്ള നെഗോസിയേഷൻ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ് പൊളിറ്റിക്സിൽ. ഒരു ജൻസി കമ്മ്യൂണിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കേരള പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അനാലിസിസ് 1957 മുതൽ തന്നെ നോക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും അതിന്റെ വലിയൊരു പാർട്ട് തന്നെയാണ്. ഒരു സ്കോളേഴ്സ് പറഞ്ഞ് ഇറ്റ്സ് ഓൾ അബൌട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ കഴിയില്ല. പക്ഷെ വലിയൊരു പോർഷൻ
കമ്മ്യൂണിറ്റികൾ ഇതിന്റെ ഭാഗമാണ്. നമ്മൾ ഇപ്പം നടന്നിരിക്കുന്ന ഒരു കാര്യം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ CK ജാനു എന്ന് പറയുന്നത് 1.5% വരുന്ന ST കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ആളാണ്. ആ രണ്ടാമത്തേത് നമ്മള് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്നവരോ അവര് റെപ്രസെന്റ് ചെയ്യുന്ന നാടർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ 2-3 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺസെൻട്രേഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള 2 അറ്റംപ്റ്റുകളാണ്. ഇനി നെക്സ്റ്റ് ഇലക്ഷനിൽ, അടുത്ത ഇലക്ഷനിൽ ഈ അറ്റംപ്റ്റുകൾ അല്ലെങ്കിൽ UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൂവുകൾ LDF മറ്റേ സൈഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് 2 പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, അവർക്ക് ദേ വോണ്ടഡ് ടു ബിൽഡ് എ നാരറ്റീവ്. ഞങ്ങൾ നേരത്തെ MGR പറഞ്ഞതുപോലെ ഞങ്ങൾ ജയിക്കാൻ പോവാണ് എന്നുള്ള നാരറ്റീവ് കൊടുക്കുന്ന നേരം എന്താ ശരിക്കും പറയുന്നത്, ജയിക്കാൻ പോകുന്ന കപ്പലില് അതല്ലെങ്കിൽ സേഫ് ആവുന്ന കപ്പലിൽ കയറി കൂടാൻ കുറെ ആളുകൾ ഉണ്ടാവും, അവരെ കൂട്ടാൻ കഴിയും. രണ്ടാമത്തത്, മുന്നണി വിപുലീകരിക്കാൻ ഞങ്ങൾ വി ആർ റെഡി എന്നുള്ളൊരു സിഗ്നൽ അവർ ലക്ഷ്യം വെക്കുന്ന ചില ആളുകളിലേക്ക് കാണിക്കുക എന്നുള്ളതും UDFനെ സംബന്ധിച്ചിടത്തോളം അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് തന്നെയാണെങ്കിലും UDFന് വിജയം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അടുത്ത ഇലക്ഷനിൽ തീർച്ചയായിട്ടും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ജോസ് കെ മാണിയെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നാൽ കേരളത്തിലെ ആ സാമൂഹിക അതല്ലെങ്കിൽ ആ സാമുദായിക സമവാക്യം ഒന്നുകൂടെ അവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നെക്ക് ആൻഡ് നെക്ക് തന്നെയാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും. LDFും UDFും അത്ര വലിയ രീതിയിൽ LDF താഴോട്ട് പോയിട്ടൊന്നുമില്ല. ഒരു കോമ്പറ്റീഷൻ നടത്താൻ പറ്റിയ നിലക്ക് തന്നെയാണ് LDF ഉള്ളത്. LDFന് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അടുക്കൽ നിന്നൊരു 5% വോട്ട് ഷെയർ ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോയിട്ടുള്ളൊരു 5% വോട്ട് ഷെയർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ UDFും LDFും ഒരേ നിലയിലായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് LDFന്റെ ഭാഗത്തുണ്ട്. പക്ഷെ അവരുടെ വശത്തുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഉണ്ടാവാൻ പോകുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കും അവരുടെ കോർ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുള്ള ഈഴവ കമ്മ്യൂണിറ്റിയെയും ഹിന്ദു റിലിജൻ ലാർജ് അവരെ റീറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു ചലഞ്ചായിരിക്കും അവരുടെ മുമ്പിൽ ഉണ്ടാവുക, പ്രത്യേകിച്ച് ഒരു ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലക്ക്. MGR ഈ പറഞ്ഞതുപോലെ ഈ വാഗണിലേക്ക് ഇനി ആരെങ്കിലും ചാടിക്കയറാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ഇപ്പോ ഡോക്ടർ ഷാഹുൽ ഹമീദൊക്കെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് KM മാണി ആയിരുന്നു കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ഇപ്പോഴത്തെ നേതാവ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വളരെ ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കണം എന്നാണ്. ഇതുവരെയുള്ള കേരള രാഷ്ട്രീയം നോക്കുമ്പോൾ കേരള കോൺഗ്രസ് പ്രത്യേകിച്ചും എല്ലാ കാലത്തും ഇത് വളരെ വിദഗ്ധമായോ അല്ലെങ്കിൽ തന്ത്രപരമായോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. വളരെ 5 വർഷം ഭരിച്ചിട്ട് പോലും മറുവശത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും സാധ്യത എവിടെയാണ് എന്നറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളതാണ്. ഇപ്പൊ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്കും ഒരു ഘട്ടത്തിൽ, അത് പക്ഷേ ഒരു അസാധാരണമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ മാത്രമാണ്. കാരണം അത് അദ്ദേഹത്തിനെ വളരെയധികം ഹ്യൂമിലിയേറ്റ് ചെയ്തു എന്ന് തോന്നിയ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹവും NK പ്രേമചന്ദ്രൻ RSPയും മറ്റും ഇടതുപക്ഷത്തു നിന്ന് മറുവശത്തേക്ക് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോന്ന് അറിയില്ല. എന്നാലും 2 സാധ്യത, കേരള കോൺഗ്രസ് മാണി, ജോസ് കെ മാണിയുടെ പാർട്ടിയും RJDയും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില ചുവടുവെപ്പ് നടത്തിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതാണ് അവരുടെ പാരമ്പര്യവും രാഷ്ട്രീയവും രീതികളും ഒക്കെ. പക്ഷേ ഈ മാണിയോ ജോസഫ് ഇപ്പോൾ എതിർത്ത് നിൽക്കുവാണ്, വരുന്നതിനെ എതിർക്കുന്നു. അതെ, അതെപ്പോഴും അങ്ങനെയായിരുന്നു. കാരണം മാണി അങ്ങോട്ട് വരുമ്പോഴേക്കും ജോസഫ് LDFിലേക്ക് വരും, ജോസഫ് LDFിലേക്ക് പോകുമ്പോൾ മാണി UDFിലേക്ക് വരും. ഇത് ഒരു സീസോ എന്ന് പറയുന്ന രീതിയാണ് കേരള കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ അതെ, അതാണ് അടുത്ത സാധ്യത. കാരണം പിളരും തോറും പിളരുകയുമാണ്. ഇതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വാസ്തവത്തിൽ ഇനിയിപ്പോ ജോസ് കെ മാണി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ കഷ്ണമെങ്കിലും ഇപ്പുറത്ത് നിന്നുകൂടായികയില്ല. കാരണം രാഷ്ട്രീയ സാധ്യതകൾ പുതിയ നേതാക്കന്മാർക്ക് തുറന്നു കിട്ടും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും. അപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നത് KM മാണിയെ പോലെ അത്രയധികം രാഷ്ട്രീയ
സ്വഭാവവും രാഷ്ട്രീയത്തിലെ ഒരു എല്ലാ തന്ത്രങ്ങളും അടവുകളും ഒക്കെ പയറ്റി തഴക്കം ചെന്ന ഒരാളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ജോസ് കെ മാണി അത്ര വേഗം മറുകണ്ഠം ചാടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പി ജെ ജോസഫിന്റെ പ്രശ്നമുണ്ട്. പിന്നെ പാലായിലും മാണി സി കാപ്പൻ വളരെ ശക്തമായി പറയുന്നുണ്ട് വന്നാലും പാല അതെ. അപ്പോ കത്തോലിക്കർക്ക് പിന്നെ വത്തിക്കാൻ പോലെയാണ് പാല. ജോസഫും കടുത്തുരുത്തിയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 2 വർഷത്തേക്കും വേണ്ട. പ്രത്യേകിച്ച് പിന്നെ റോം കിട്ടാതെ അല്ല വത്തിക്കാൻ കിട്ടാതെ റോം കിട്ടിയിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ്. അപ്പൊ പാല ഇല്ലെങ്കിൽ പിന്നെ എന്ത് കേരള കോൺഗ്രസിനാണ്, പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ സംബന്ധിച്ചത്. പക്ഷെ അതുകൊണ്ട് ആ പാർട്ടിക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പിളർപ്പിന് സാധ്യതയുണ്ട്. അഥവാ പിളർന്നില്ലെങ്കിൽ പി ജെ ജോസഫിനെ പോലെയുള്ളവരുടെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അതൊക്കെ കാരണം അത്ര എളുപ്പത്തിൽ മറ്റേത് അങ്ങനെയല്ല. ഇതിനകത്ത് ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ ഒരു മുമ്പുണ്ടായിരുന്നതിനെ കാട്ടിലും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ളത് കൊണ്ട് എളുപ്പമല്ല. അതുപോലെ തന്നെയാണ് ആർ ജെ ഡിക്കും അങ്ങനെ ഒരു കൃത്യമായ ഒരു കാരണം പറഞ്ഞ് മാറാൻ ഒരു കാരണം അല്ലെങ്കിൽ ഒരു വലിയൊരു എക്സ്ക്യൂസ് ഇപ്പൊ തന്നെ അവരുടെ പ്രസ്താവന വന്നിരിക്കുന്നവരെ പലയിടത്തും കാല് വാരി CPM എന്നൊക്കെയാണ്. അപ്പൊ അതിന്റെയൊക്കെ തുടക്കമാണ് സാധാരണ നിരക്കി. നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ മാറ്റത്തിന് മുന്നോടിയായി പറക്കുന്ന പക്ഷികളാണ് ഈ പ്രസ്താവനകൾ. അതാണ് തോൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയാവാം. പക്ഷെ മുമ്പാണെങ്കിൽ ഇതൊക്കെ ഈ വാതിൽ തുറക്കുന്നതിന്റെയും ബാർഗെയിനിങ്ങിന്റെയും വിലപേശലിന്റെയും ഒക്കെ ആദ്യത്തെ സൂചനകളാണ്. അതുകൊണ്ട് വളരെ ശക്തമായ വിലപേശലുകളും മറ്റും കാണാം. ഇപ്പൊ നമ്മൾ വിഷ്ണുപുരം ചന്ദ്രശേഖർ നടത്തുന്നതും അത് തന്നെയാണ്. അദ്ദേഹം ഇന്നലെ അത് പറഞ്ഞതോടുകൂടി BJP-ക്കാര് അവരെ നേതൃത്വം അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇലക്ഷന് മുമ്പ് നടക്കുന്ന വളരെ വളരെ ശക്തമായ ഒരു മത്സരം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വിലപേശലാണ്, ബാർഗെയിനിങ്ങിന്റെ സമയമാണ് ഇപ്പോൾ. ആ ഒരു ലേലംവിളിയാണ് ഇപ്പൊ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇത് UDF ഇത്തരം സാധ്യതകൾ ഉണ്ടായിരിക്കെ LDF-ന്റെ മുന്നിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? UDF-ൽ നിന്ന് ഏതെങ്കിലും കക്ഷികളോ അങ്ങനെ? LDF-ന് മുമ്പിൽ തൽക്കാലത്തേക്ക് സാധ്യതകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു അന്തരീക്ഷം LDF-ന് എതിരാണ് എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് എന്തായാലും വളരെ കൃത്യമായിട്ട് വന്ന സ്ഥിതിക്ക് UDF-ൽ നിന്ന് അല്ലെങ്കിൽ തോൽക്കാൻ പോകുന്ന മുന്നണിയാണെന്നും മുങ്ങാൻ പോകുന്ന കപ്പലാണെന്നുള്ള ഒരു നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഷാഹുൽ പറഞ്ഞതുപോലെ വാസ്തവത്തിൽ അത് പൂർണ്ണമായിട്ടും അത് ശരിയാവണമെന്നില്ല. വലിയൊരു തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല BJP-ക്ക് പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ അവർ കരുതിയ പോലെയോ അല്ലെങ്കിൽ പൊതുവെ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഈ പിന്നെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ്. പത്തനംതിട്ട ശബരിമലയുടെ പൂങ്കാവനത്തിൽ പോലും പരാജയപ്പെട്ടതാണ് BJP-യുടെ ചരിത്രം. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് 12 നഷ്ടപ്പെട്ടു. ശബരിമല നിൽക്കുന്ന പഞ്ചായത്തിൽ പോലും അവര് ജയിച്ചില്ല. തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും മറ്റൊരു കഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് വലിയൊരു ഓപ്റ്റിക്സ് ഉണ്ടായി. കാരണം ദേശീയ തലത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടു. പാലക്കാടാണെങ്കിൽ അവിടെ പോലും കഷ്ടിയാണ്. ഇങ്ങനെ പല രീതിയിലും BJP 15% 20% ഒതുങ്ങുന്നില്ല. ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഈ LSD വെച്ച് നോക്കുമ്പോഴേക്കും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ 15-ൽ നിന്ന് അവർ 20%, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൈവരിച്ച 20% വോട്ടിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് തിരുവനന്തപുരത്ത് ചില സീറ്റുകൾ ഉണ്ടാകാനും മറ്റ് പലയിടങ്ങളിലും അവർ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഡിസൈസീവ് ആയിട്ടുള്ള ഒരു ഘടകമാവാനും സാധ്യതയുണ്ട്. പക്ഷെ ഈ 15% എന്നുള്ളത് അതിലും താഴെ പോയി എന്നുള്ളത് വാസ്തവത്തിൽ BJP-ക്ക് ഒരു വലിയ ആഘാതം തന്നെയാണ് ഇതൊന്നും. അപ്പൊ വിചാരിച്ച പോലെയുള്ള ഒരു മുന്നേറ്റം അല്ല അവർക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പൊ LDF-ന് തൃശ്ശൂര് അവർക്ക് കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതെ. അപ്പൊ തീർച്ചയായിട്ടും വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ UDF-ന്റെ എന്റെയൊക്കെ കണക്കൂട്ടലിൽ UDF ഈ BJP-യുടെ ആദ്യത്തെ ഘട്ടത്തിൽ, വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ 10-15% വരെ വളരുന്ന ഘട്ടത്തിൽ അതെപ്പോഴും UDF-ന് എതിരായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇതുവരെയുള്ള. കാരണം കഴിഞ്ഞ 20 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ആധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ BJP-യുടെ എമർജൻസ് ആയിരുന്നു. ബോധപൂർവമായിട്ടുള്ള അന്തർധാര മുതലായ ആരോപണങ്ങളല്ല ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫാക്ടർ, ഈ ബൈപോളാർ എന്ന് പറയുന്ന ഇരുധ്രുവ രാഷ്ട്രീയം മാറി
കേരളം പരമ്പരാഗതമായ ഇരുധ്രുവ രാഷ്ട്രത്തിൽ നിന്ന് 3 കക്ഷികൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഉണ്ടായപ്പോൾ ഈ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളിലാണ് ആദ്യം വലിയ സ്പ്ലിറ്റ് ഉണ്ടായത്. പക്ഷെ 15-ൽ നിന്ന് അവർ 20-ലേക്ക് വളരുമ്പോൾ അത് CPM-നെ LDF-നെ കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഹുൽ കാണുന്നത്. നേരത്തെ പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ ഈ CPM-ന്റെയും LDF-ന്റെയും ഒക്കെ ബേസ് വോട്ടുകൾ ഇപ്പോൾ ഈഴവ ദലിത് റൈറ്റ്, കമ്മ്യൂണിറ്റികളുടെ ഷിഫ്റ്റ് കൂടെ ഉണ്ട്. കറക്റ്റ്. അതാണ് ഹിന്ദു, ഇവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദു സമുദായാംഗങ്ങൾ ഉള്ളത് ഇടതുപക്ഷത്തും പ്രത്യേകിച്ച് CPM-ലായതുകൊണ്ട് BJP 15-ൽ നിന്ന് അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് 20-ലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഹിന്ദു വോട്ടുകളാണ് കൂടുതൽ സ്വീകരിക്കപ്പെടുക. അപ്പോ സ്വാഭാവികമായിട്ടും ലോങ് ടേം ആയിട്ട് നോക്കുമ്പോഴും ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ രണ്ടും ഏതാണ്ട് ഏറെക്കുറെ UDF-ന്റെ കൂടെ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി മേഖലയായിട്ടുള്ള ഹിന്ദു സമുദായത്തിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ ചോരുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ലോങ് ടേം ആയിട്ട് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട BJP വളരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ അതിന്റെ നഷ്ടം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ ഒരു ഗുണഭോക്താവാണെങ്കിൽ 2ാം ഘട്ടം ആകുമ്പോഴേക്കും അതിന്റെ നഷ്ടം സഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു രീതിയിലേക്കാണ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അതൊരു പുതിയ പോളറൈസേഷന് പോലും വഴിതെളിക്കാം. ന്യൂനപക്ഷങ്ങൾ മുഴുവൻ UDF-ലേക്കും ഹിന്ദു സമുദായത്തിന്റെ ഒരു ശിഥിലമായ ഹിന്ദു സമുദായത്തിലെ അവശിഷ്ട കുറച്ച് ചില ഭാഗങ്ങൾ മാത്രം ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ വാസ്തവത്തിൽ അതൊരു ബംഗാളിനുമൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോളറൈസേഷന്റെ പോലും സൂചനകൾ നൽകുന്നതാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഈ പുതിയ മാറ്റങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ BJP അതുപോലെ പുതിയ ചാട്ടം ചാടിയിട്ടില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഈ ചർച്ചയെ വീണ്ടും പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത്. ഷാഹുൽ എങ്ങനെയാണ് ഈ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് BJP ഒരു ഘട്ടത്തിൽ വലിയ വളർച്ച കൈവരിച്ചു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടി. അപ്പോൾ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്നത്ര അത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവർ നേടിയൊരു വളർച്ചയെ പിന്നോട്ട് നയിക്കുന്ന ഒരു സ്ഥിതിയാണോ ഉള്ളത്? അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടർമാരിലേക്ക് BJP കടന്നു ചെല്ലുന്നു എന്നുള്ള ഒരു തോന്നൽ തൃശ്ശൂരിലെ വിജയം അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അതിൽ അവർക്കൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ടോ? കേരളത്തിൽ BJP നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് 2 മുന്നണികൾ ചെയ്യുന്നത് പോലെ അവർക്കൊരു ടോട്ടലി കേരളത്തിലും അതല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി വൈസിലും ഒരു പ്ലൂറാലിറ്റി സപ്പോർട്ട് ബേസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നം. അത് LDF-ഉം UDF-ഉം ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു സോഷ്യൽ ലാൻഡ്സ്കേപ്പിന് കൃത്യമായിട്ട് അവർക്ക് അവരുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കേരള സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് 4 കമ്മ്യൂണിറ്റിയുടെ മോർ ഓർ ലെസ് ഈക്വൽ പവർ ആണ്. പ്ലസ് SC/ST കമ്മ്യൂണിറ്റിയുടെ കൂടുകയാണെങ്കിൽ ഒരു 5 കമ്മ്യൂണിറ്റികൾ ജനറലി അതിൻ്റെ ഇടയിൽ ഡിവിഷൻസ് ഉണ്ട്. എന്നാലും അതിൻ്റെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോമ്പിനേഷനാണ് കേരളത്തിന്റെ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിലുള്ള സെർട്ടൈൻ പെർസെൻറ്റേജിന്റെ വോട്ട് ബേസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് LDF-ഉം UDF-ഉം ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളത്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അവരുടെ വോട്ട് ബേസ് അവരാദ്യം ഫോക്കസ് ചെയ്തിരുന്നത് ഹിന്ദു സ്ഥാനത്ത് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദു വോട്ടിന് മാത്രമായിരുന്നു. അതിന്റെ ബിയോണ്ട് അതിന്റെ ഒരു പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ കാണുന്ന ചില നാരറ്റീവ് അവർ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളത് മുസ്ലിങ്ങളിലേക്കും കൂടെ അവർക്ക് ഇറങ്ങണം എന്നുള്ള താല്പര്യം കാണിക്കുന്നായിരുന്നു. പക്ഷെ ഇവര് BJP റൈസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പൊളിറ്റിക്സ് അതൊരു എക്സ്ട്രീമിസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് നിങ്ങൾ അടുത്തൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബേസ് ലൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ നടക്കുന്ന സമയത്ത് തന്നെ നോർത്ത് ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പലതരത്തിലുള്ള ഈ സംഘപരിവാർ സംഘടനകളുടെ ആക്രമണങ്ങൾ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്ലസ് നിങ്ങൾ കേരളത്തിലെ തന്നെ ഡൈനാമിക്സ് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്ന ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളതാണ് തൃശ്ശൂരിലും പത്തനംതിട്ടയിലും ഒക്കെ ഉള്ള റിസൾട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ മുസ്ലിങ്ങളിലേക്കും കൂടെ ഒരു റീച്ച് ഔട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ BJPക്ക് ആ രീതിയിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. എന്ന് കരുതിയിട്ട് BJPക്ക് വരാൻ കഴിയില്ല എന്നുള്ളതല്ല. BJP ഇപ്പം നാഷണലി മോഹൻ ഭാഗവത് ചെയ്യുന്നത് പോലെ, മോഹൻ ഭാഗവതും RSSും ചെയ്യുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് എതിരല്ല. മോഹൻ ഭാഗവത് പുതിയ പ്രോഗ്രാമുകളിലും പരിപാടികളിലൊക്കെ പോകുന്നുണ്ട്.
അതുപോലെ ക്രിസ്ത്യൻസിനെതിരല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ക്രിസ്ത്യൻസിനെ അക്കോമഡേറ്റ് ചെയ്ത പല കേസസുകൾ നമ്മൾ നാഷണലി കാണുന്നതാണ്. നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റുകളിലും ഗോവയിലും അവര് ക്രിസ്ത്യൻസിനെ കൂട്ടിയിട്ട് തന്നെയാണ്. ഒരു വശത്ത് അവർ ക്രിസ്ത്യൻസിനെ കൂട്ടുന്നു, മറ്റൊരു വശത്ത് ക്രിസ്ത്യൻസിനെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും കേരളത്തിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇതാണ്. ഇനി അടുത്ത ഇലക്ഷനിലൊക്കെ നമ്മൾ കാണുന്ന, ഇപ്പം കേരളത്തിൽ നമ്മൾ ഇന്ത്യയിൽ ടോട്ടലി ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് ഇലക്ടോറൽ സിസ്റ്റത്തിൽ എപ്പോഴും നിങ്ങൾക്ക് 2 ബൈപോളാർ കോമ്പറ്റീഷൻ ആയിരിക്കും. അതിലൊരു തേർഡ് ചാലഞ്ചർ ഉണ്ടാവും. ആ ചാലഞ്ചറാണ് യഥാർത്ഥത്തിൽ BJP ഓർ NDA ഇൻ കേരള. അവര് സ്ലോലി ആ സെക്കൻഡ് പൊസിഷനിലേക്ക് വരും എന്നുള്ളതാണ് തിയററ്റിക്കലി നമ്മൾ പറയാൻ പറ്റുന്നൊരു കാര്യം. അത് BJP വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുന്നത്, ആ ഒരു സെക്കൻഡ് പ്ലെയർ ആയിട്ട് BJP റീപ്ലേസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് അതൊന്ന് കുറച്ച് ടൈം എടുക്കും എന്നുള്ള കാര്യം പ്രഡിക്ഷൻ എങ്കിലും റോഡ് ബ്ലോക്ക് വന്നിട്ടുണ്ടായിന്. MGR, ഇതിനിടയിൽ ഒരു ചെറിയ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ ഈ BDJs എന്ന് പറഞ്ഞ പാർട്ടി ഈ BJP കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ NDAയുടെ വളർച്ചയ്ക്ക് ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ പിന്നീട് തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം ഏറ്റെടുക്കുന്ന സമയത്തൊക്കെ തന്നെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ BDJs അതൃപ്തരാണ്. അപ്പോൾ അവർ മുന്നണി വിടുമോ എന്നുള്ളൊരു ചർച്ചയും നടക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത വലുതായിട്ട് കാണുന്നില്ല. കാരണം UDF ഇപ്പൊ ഓൾറെഡി അവിടെ ഫുട്ബോളിൽ പോലും സ്ഥലമില്ലാത്ത രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞ അവിടുത്തെ അവസ്ഥ. ഇനി അവിടെ BDJs പോവുകയാണെങ്കിൽ അതുകൊണ്ടൊരു വലിയ നേട്ടമോ BDJസിനുണ്ടാകുമോ എന്ന് സംശയമാണ്. പിന്നെ മാത്രമല്ല BDJs ഈ BJPയുടെ ഇവിടെ കേരളത്തിന് അപ്പുറത്ത് തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷായും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ബന്ധം നിലനിർത്തുന്ന ആളാണ്. അതുകൊണ്ട് അവരൊക്കെ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ, അമിത്ഷായൊക്കെ സമയോചിതമായി ഇടപെട്ട് കഴിഞ്ഞാൽ BDJസിനെ കൂടെ നിർത്താനൊക്കെ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ BDJs എന്ന് പറയുന്ന പാർട്ടി അതിനകത്തൊരു കാറ്റലിസ്റ്റ് ആണെങ്കിലും ഈ ഈഴവ സമുദായത്തിൽ ഉണ്ടായിരിക്കുന്ന, പ്രത്യേകിച്ച് അതിന്റെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു എലീറ്റ് ആയിട്ടുള്ള ഒരു വരേണ്യ വിഭാഗത്തിൽ വളരെ ശക്തമായ, ഇപ്പൊ ഹിന്ദു സമുദായത്തിലെ വിവിധ ജാതികൾ കാണുന്നത് പോലെ ഒരു വളരെ ശക്തമായിട്ടുള്ള ഹിന്ദുത്വ അഭിമുഖ്യം വളരെ പ്രകടമാണ്. അത് BDJs ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഓൾറെഡി നായർ സമുദായത്തിലെ ഒരു വലിയ വിഭാഗം അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈഴവ സമുദായത്തിൽ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ, ഒരു പ്രോ ഹിന്ദുത്വ അറ്റ്മോസ്ഫിയർ വളരെ ക്രിയേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ പ്രയോജനം എടുക്കുകയോ അതിനെ ഒന്നുകൂടെ ത്വരിതപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് റോൾ മാത്രമേ ഉള്ളൂ BDJസിന്. കമ്മ്യൂണിറ്റിയിലെ ഒരു വലിയ വിഭാഗം ഒരു ഹിന്ദുത്വ അഭിമുഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നുള്ള ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ BDJs തൽക്കാലത്തേക്ക് പോയാൽ അത് അവർ കുറച്ചുപേര് പോകും എന്നുള്ളതല്ലാതെ ഈ ഈഴവ സമുദായത്തിന്റെ വോട്ടിംഗ് പാറ്റേണിൽ അതൊരു വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കുറച്ചുകൂടി ആഴത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു കമ്മ്യൂണലൈസേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് എല്ലാ സമുദായത്തിലും മാറിയിട്ടുണ്ട്. എക്സാക്ട്ലി. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയുടെ അജണ്ട എന്ന് പറയുന്നത് അവർ ഈ ശബരിമലയിൽ പിന്നെ ഒരു സ്ത്രീകൾ, ഹിന്ദുത്വ പ്രസ്ഥാനത്തിന്റെ സ്ത്രീകൾ പറഞ്ഞുള്ള റെഡി ടു വെയിറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ റെഡി ടു വെയിറ്റ് ആണ് അവർ ഇലക്ട്രലി ജയിക്കാൻ. പക്ഷെ അതിനു മുമ്പ് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ സാമുദായികതയ്ക്കും അഭിമുഖമായിട്ടുള്ള, അതിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുക, അതിന്റെ ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ബിൽഡിംഗ് ആണ് അവർ പ്രധാനമായിട്ട് RSSും BJPയും കേരളത്തിൽ വളരെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു വലിയ പരിധി വരെ അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസിലായിരുന്ന വിഭാഗത്തിൽ നിന്ന് തീർച്ചയായിട്ടും CPMനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ആശയക്കുഴപ്പത്തിൽ അവർ ബോധപൂർവം ചെയ്തിരിക്കുന്നു. കാരണം സ്വന്തം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഈ വലിയ ഈ ഒരു റാറ്റ് റേസ് പോലെയുള്ള ഒരു മത്സരത്തിൽ വാസ്തവത്തിൽ CPMനും വാസ്തവത്തിൽ ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് അവർ എത്തിപ്പോയി. കാരണം ന്യൂനപക്ഷങ്ങളെല്ലാം മറുവശത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിഭാഗത്തിൽ, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ ഒരു വലിയ വിഭാഗവും നമ്മൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ SNDP ആയിട്ട് ബന്ധപ്പെടുക, അയ്യപ്പ സംഗമം നടത്തുക, അല്ലെങ്കിൽ NSSനെ പോലെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ വന്ന് പെട്ടത് വാസ്തവത്തിൽ അവരുടെ ഒരു
ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഒരു 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 എന്താ പറയുന്ന അനിവാര്യത പോലെയുള്ള ഒരു ഘട്ടത്തിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. കാരണം അതിൽ സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടേതായ രാഷ്ട്രീയത്തിലും അവരുടെ മൂല്യ വ്യവസ്ഥയിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഇപ്പോഴും അവരിൽ നിന്ന് ആവശ്യമുണ്ട്. അതിലൊക്കെ ഉറച്ചു നിൽക്കുന്നതിനപ്പുറത്ത് കുറച്ചും കൂടി എളുപ്പവഴി ഇതുപോലെയുള്ള സമുദായങ്ങളെ, പ്രത്യേകിച്ച് വോട്ട് റിസോഴ്സസും വിഭവങ്ങളും വോട്ടും കയ്യിലുള്ള സംഘടനകളെ ഒന്ന് പ്രീണിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു കുറുക്കു വഴിയിലേക്ക്, പാർലമെന്റ് രാഷ്ട്രീയത്തിന്റെ ഒരു കുറുക്കു വഴിയിലേക്ക് LDFും CPMും എത്തുന്നതിന്റെ സൂചനയ്ക്ക് പിന്നിൽ ഈ ഒരു കേരള രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളാണ്. അതിന് പിണറായി വിജയനെയോ CPMനെയോ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ പക്ഷെ ആ വഴി രാഷ്ട്രീയത്തിലെ ഈ തെറ്റിപ്പോയോ എന്നുള്ളൊരു സംശയമുണ്ട് ഇപ്പോൾ. ഈ കലങ്ങിമറിയലിൽ ഒരു കുറുക്കു വഴിയാണ് ഇന്ന് സംഭവം. അതുകൊണ്ട് ഒരിക്കലും അവര് സഹായകമാവാൻ പോകുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പൂർണ്ണമായ ഹിന്ദുത്വ ശക്തി ഉള്ള A ടീം ഉള്ളപ്പോൾ എന്തിനാണ് അതിലെ ഈ പ്രീണനം നടത്തുന്ന ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കാണിക്കുന്ന B ടീമിനെ? അത് ഹിന്ദുക്കൾ പോലും അവർ തിരസ്കരിക്കും. അത് കോൺഗ്രസ് വടക്കേ ഇന്ത്യയിൽ മുഴുവൻ അത് കാണിച്ച് പരാജയപ്പെട്ടതാണ്. സോഫ്റ്റ് ഹിന്ദു രാഷ്ട്രീയം കളിച്ച് അവർ നഷ്ടമല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അതിന് ആ മട്ടിലാണ് അവർ പോകുന്നത്. കേരളത്തിലും ഈ പറഞ്ഞ പോലെ ഇത് കാണുന്ന ഒരു B ടീമായി മാറിയാൽ വാസ്തവത്തിൽ രക്ഷപ്പെടാം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അവർക്ക് ആർക്കും ഭൂരിപക്ഷ സമുദായങ്ങൾക്കും വേണ്ട, ന്യൂനപക്ഷ സമുദായങ്ങൾക്കും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നതാണോ മുമ്പിൽ കാണുന്ന കാഴ്ച എന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും 2024 ഒക്കെ വളരെ കൃത്യമായിട്ട് മുമ്പിൽ വന്നിട്ടുണ്ട്. അത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് കേരള CPMന്റെ ഒരു വിപര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് അറിഞ്ഞ് പരിഹരിക്കാനുള്ള സമയത്തിന്റെ പര്യാപ്തത കൂടിയുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് തിരിച്ചറിഞ്ഞ് അതൊന്നും പരിഹരിക്കാനും തിരുത്താനും ഒന്നുള്ള സമയമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പൂർണ്ണമായിട്ടും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ശരിയാണ് എന്നുള്ളതെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഇപ്പൊ ബംഗാളിലും മറ്റും തിരിച്ചു വരാൻ കഴിയാത്ത വിധം പൂർണ്ണമായി അസ്തപ്രജ്ഞമായി പോയി. ബംഗാളിലെ ഇടതുപക്ഷ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല, ഇടതുപക്ഷ 100 വർഷത്തിലേറെയോ അതിലേറെയോ വലിയ ദീർഘമായ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. ഏതാണ്ട് ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിപ്പോയിട്ട് ഇതുവരെ നമ്മൾ തിരിച്ചു കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് അതൊക്കെ എളുപ്പത്തിൽ നടന്നു കൂടായികയൊന്നുമില്ല കേരളത്തിലും. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിച്ചാലും ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയും പൊളിറ്റിക്കൽ റോഡ് മാപ്പും ഒക്കെ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ തൽക്കാലത്തേക്കുള്ള ചില തൊലിപ്പുറത്തുള്ള മരുന്നുകൾ കൂടെ രക്ഷപ്പെടാമെന്നുള്ള അവരുടെ ധാരണ വാസ്തവത്തിൽ അവരെ കൊണ്ട് വലിയ കുഴികളിൽ എത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ഷാകുലം, ഇത് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ മുന്നണി ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സാമുദായിക വോട്ടുകളെ കൂടി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അങ്ങനെ ഒരു മാറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക? അത് ഈ UDFൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എഡ്ജ് അത് ആവർത്തിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമോ? അതോ അതിനെ തിരിച്ചു പിടിക്കാൻ LDFന് കഴിയുമോ? അതിന് ഈ തെരഞ്ഞെടുപ്പില്, നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കുന്ന സമയത്ത് LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഏറ്റവും വലിയൊരു പരാജയം കേരളത്തില് പൊതുവെ ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ട്. ആ പെർസെപ്ഷൻ തിരുത്തുന്നില്ല. ആ പെർസെപ്ഷന് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തില് കേന്ദ്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുമായിട്ടും കേന്ദ്രത്തിലുള്ള ഗവൺമെന്റുമായിട്ടും ഒരു ഡീൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ക്യാമ്പയിന് വലിയ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലെ പല പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്പാരന്റ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് ഉണ്ടായോ, ആ ഡീല് ഉണ്ടായിട്ടുണ്ട് എന്നൊരിക്കലും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എങ്കിലും ആ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു UDF അതല്ലെങ്കിൽ മാധ്യമരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാള് ഇവിടെ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു ഡീൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന പല ഉദാഹരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് PM ശ്രീ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം VC നിയമനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിലെ പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ വൽക്കരണം, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള പല സന്ദർഭങ്ങളിൽ ഈ വിഷയം വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥത്തിലുള്ള റിഫ്ലക്ഷനാണ് നമ്മൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാവാനുണ്ടായിട്ടുള്ള കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ LDF സർക്കാരിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പറ്റിയ വലിയൊരു മിസ്റ്റേക്ക്
വെള്ളാപ്പള്ളി നടേശനം പോലുള്ള ഒരു ഹിന്ദു നേതാവ് അതല്ലെങ്കിൽ ഒരു SNDP നേതാവ് നടത്തിയ പരാമർശങ്ങളെ മുൻപ് അവർ ഏത് രീതിയിലാണോ എതിരിട്ടിട്ടുണ്ടായിരുന്നുള്ളത് ആ രീതിയിൽ അവർക്ക് എന്തെങ്കിലും അതിനെതിരെ സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള പഴയ നിലപാടുകൾ കൈയൊഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ അണികൾക്കിടയിൽ പോലും സൃഷ്ടിക്കാനേ പറ്റിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും അവരുടെ ഇടയിലുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശൻ മുമ്പ് BDJS ഉണ്ടാക്കുന്ന സമയത്ത് നടത്തിയ പ്രസ്താവനകൾക്കെതിരെ ഏത് രീതിയിലായിരുന്നോ ഒന്നാം പിണറായി സർക്കാർ നടപടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് ആ രീതിയിലുള്ള നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി പറയുന്നതിനോട് ഞങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ചില സിംബോളിക് മൂവുകൾ വരെ പാർട്ടിയുടെ പക്ഷത്തു നിന്നും ഗവൺമെന്റിന്റെ പക്ഷത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് അത് എന്തുകൊണ്ട് പിണറായി ചെയ്യുന്നു അല്ലെങ്കിൽ പാർട്ടി ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പ്ലനേഷൻ. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഡീലിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ചില മൂവുകളാണ്. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഏകദേശം 55 to 60% വോട്ടായിരിക്കും. 50% വോട്ട് അറൗണ്ട് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് LDFന് സാധാരണ കിട്ടാറുള്ളത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ചുരുങ്ങിയത് 35 to 40% എങ്കിലും വോട്ട് LDFിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ 2021-ലും 2016-ലും നടത്തിയിട്ടുള്ള ഒരു തേരോട്ടം സാധ്യമാവുകയുള്ളൂ. അതിലൊരു ചെറിയൊരു പെർസെൻറ്റേജ് കുറച്ചിട്ട് ഒരു 75 to 80 സീറ്റ് എങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 35% വോട്ട് ഷെയർ എങ്കിലും കിട്ടേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നേരത്തെ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഈ 6 മാസം കൊണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ള ഈ പെർസെപ്ഷൻ, ഈ നരേറ്റീവ് എത്രമാത്രം സർക്കാരിന് നികത്താൻ കഴിയൂ എന്നുള്ള വലിയൊരു സംശയമായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇത് പരിഹരിക്കാത്തിടത്തോളം കാലം UDFനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ നല്ലൊരു എഡ്ജ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലസ് ശബരിമല പോലുള്ള വിഷയം ഇലക്ഷൻ സമയത്ത് അത്ര ചർച്ചയായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയത് ആ ശബരിമല പാരഡി സോങ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന തലത്തിൽ ആ തരത്തിലുള്ള ഫീലിംഗ് കൂടെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് UDFന് എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു ലൈക്ക് അവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നേരത്തെ ശ്രീ MG രാധാകൃഷ്ണനും ഷാഹുൽ ഹമീദും ഒക്കെ പറഞ്ഞതുപോലെ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ UDF നേടിയ വിജയം ഒരു പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നണി ബന്ധങ്ങളിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അങ്ങനെ കേരള കോൺഗ്രസും RJDയും പോലുള്ള പാർട്ടികളൊക്കെ ഒരുപക്ഷെ UDFിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല എന്നാണ് MGR പറയുന്നത്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്കോ മാറ്റങ്ങൾക്കോ ചില കടപുഴകിയെറിയലിലേക്കൊക്കെ എത്താവുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ആ നിലയിൽ മുന്നണി ബന്ധങ്ങളിലുണ്ടാകുന്ന മാറ്റം വരുന്ന തെരഞ്ഞെടുപ്പിലും സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരം മാറ്റങ്ങൾ എന്തായിരിക്കുമെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയും. എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത MG രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഡോക്ടർ ഷാഹുൽ ഹമീദിനും നന്ദി.